ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ വാഗമണിലെത്തിയ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. ഒരു 9:30-9:45 സമയമായിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഇത്രയും കാർ പാർക്കിംഗ് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ സമയം വൈകണ്ടെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോഴും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. അതിലും ആളുകൾ ഇപ്പോൾ തന്നെ കയറി തുടങ്ങി. അപ്പം നമുക്കിനി ഇന്നിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഫുൾ അഡ്വഞ്ചർ നടക്കുന്ന ഏരിയ ആണ്. ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണുള്ളത്. അഡ്വഞ്ചർ പാർക്കിൽ ഒരുപാട് അകത്തോട്ട് പോയിട്ട് വേണം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഇപ്പം ഇവിടെ കാണുന്നത് ബിൽഡിങ് ടിക്കറ്റ് എടുക്കുന്നതാണ്. അതായത് കാർ പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ക്യാമറയ്ക്കും മറ്റും സ്പെഷ്യലായിട്ട് ടിക്കറ്റ് വേറെ എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇനി ടിക്കറ്റ് എടുത്ത ശേഷം അഡ്വഞ്ചർ നടക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണ്. ഒരുപാട് ദൂരം അകത്തോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു വാഗമൺ ഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ടിക്കറ്റും ഇവിടുന്ന് തന്നെയാണ് കിട്ടുക. ഈ ഫ്രണ്ടിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ വാഗമൺ ഫ്ലവർ ഗാർഡൻ. പക്ഷേ ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് അവിടത്തേക്കൊന്നും ആരും കയറി പോകുന്നില്ല. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിൽ നല്ലൊരു തടാകം എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പം ആ തടാകത്തിലാണ് ബോട്ടിംഗ് ഉള്ളത്. ഇപ്പോൾ പക്ഷേ അവിടത്തേക്കുള്ള ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഓഫീസ് അടഞ്ഞു കിടക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം അകത്തോട്ട് പോയിട്ട് അഡ്വഞ്ചർ നടക്കുന്ന ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട്. റോഡെല്ലാം നല്ല കല്ല് വിരിച്ച റോഡുകളാണ് കേട്ടോ. സ്മൂത്തായിട്ട് ഓടിച്ചു പോകാനായിട്ട് കഴിയില്ല. ഈ കല്ല് വിരിച്ചത് കൊണ്ട് കുറച്ച് പൊങ്ങിയും താണുമൊക്കെ കിടപ്പുണ്ട്. എങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടത്തുന്ന ടിക്കറ്റ് കൊടുക്കുന്ന ഏരിയ. അപ്പം എന്തൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു. നമ്മൾ പോയപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. പിന്നീട് ഒരുപാട് ആളുകൾ വന്നു. പിന്നെ പല കോംബോ ഓഫറുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ട്രിപ്പിൾ കോംബോ, സിൽവർ, ഗോൾഡ്, ഡ്യുവൽ കോംബോ, അങ്ങനെ പല കോംബോ ഓഫറുകളും ലഭ്യമാണ്. പക്ഷേ ഇതെല്ലാം ഇൻഡിവിജ്വലിനുള്ളതാണ് കേട്ടോ, ഗ്രൂപ്പിനുള്ളതല്ല. അതുകൊണ്ട് തന്നെ നല്ല ചാർജാണ്. എല്ലാത്തിലും കയറണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവാകും. അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് അടുത്ത് തന്നെയാണ് 2-3 ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ 360 ഡിഗ്രി സൈക്ലിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ റോക്കറ്റ് എജക്ടർ, കുട്ടികൾക്കുള്ള ജീപ്പ് ഡ്രൈവ്, പിന്നീട് സിപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരാൾ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കാലത്ത് വന്നതുകൊണ്ട് തന്നെ അവർ ഇതെല്ലാം കറക്റ്റായ രീതിയിലല്ലേ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ടു നിന്നു. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇത് പോകുന്നത്. അപ്പോൾ കുറച്ച് പേടിയൊക്കെ നമുക്ക് തോന്നും. ഞങ്ങൾ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ടിക്കറ്റാണ് എടുത്തത്. അപ്പം ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട ശേഷം ബാക്കി കാഴ്ചകൾ കാണാമെന്ന് കരുതി. കാരണം ഗ്ലാസ് ബ്രിഡ്ജ് ചിലപ്പോഴൊക്കെ 2 മണി കഴിഞ്ഞാലൊക്കെ ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് ആളുകളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണുന്നതിനുള്ള സാഹചര്യം കുറയും. അതുകൊണ്ട് ആദ്യം അത് ചെയ്തിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം അകത്തോട്ട് നടന്നിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ കാഴ്ച ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം നടന്നു പോയിട്ട് വേണം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്താൻ. അപ്പം ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 250 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. ബാക്കി എല്ലാവർക്കും 250 രൂപ. ഒരുപാട് കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങിയിട്ട് വേണം പോവാൻ കേട്ടോ. വളരെ ശ്രദ്ധിച്ച് നടക്കണം. ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ആദ്യം ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് 500 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് വെച്ചിരുന്നത്. പിന്നീട് ഒരുപാട് പൊതുജനങ്ങളുടെ പ്രതിഷേധം കാരണം അത് 250 രൂപയായിട്ട് കുറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്താണെന്ന് തോന്നിയെങ്കിലും ഒരുപാട് ദൂരം നടന്നിട്ട് വേണം ആ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്താൻ. ഹായ് ഹായ് പറ. വെയിൽ കൊണ്ട് വിഷമിച്ചിരിക്കുക. ഒരു പരിചയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ
ഒരുപാട് ദൂരം നടന്ന് കയറിയിട്ട് വേണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്താൻ. അവിടെ അറ്റ് എ ടൈം 20 പേർക്ക് കയറാൻ പറ്റൂ. ചെരുപ്പ് അഴിച്ചു വെച്ച് വേണം ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ. ഇവിടെ ഇപ്പോഴും റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഓഫീസാണെന്ന് തോന്നുന്നു. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ധാരാളം ക്രൗഡുണ്ട് ഇവിടെ. എല്ലാവരും 20 പേഴ്സൺസിന് അറ്റ് എ ടൈം കയറാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഷെഡ് ഒരുക്കിയിട്ടുണ്ട്. സോക്സും ചെരുപ്പുകളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം കയറാൻ കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഒരു വെയിറ്റിംഗ് ഷെഡും വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ചെയർ വെച്ചിട്ടുണ്ട്, ഇരുമ്പ് തൂണുകളിൽ കേട്ടോ. വി ആർ ഇൻ ക്യൂ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ഇത് തുടങ്ങിയിട്ടൊരു 4-5 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ച ഉരുക്ക് വടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുവാണ് ഉരുക്ക് വടങ്ങൾ. നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ചരിത്രപ്രസിദ്ധമായി കയറാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇനി ആ ഗ്രൂപ്പ് പോയവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കയറാൻ സാധിക്കും. ഇവിടെ നല്ല പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ കാലിൽ മണ്ണും പൊടിയൊന്നും ഗ്ലാസ്സിലോട്ട് ആവാതിരിക്കാൻ. അല്ലെങ്കിൽ സ്ക്രാച്ചായി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാഴ്ചകൾ നേരെ കാണാൻ കഴിയില്ലല്ലോ താഴേക്കുള്ളതൊന്നും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുകയാണ്. ഒരുപാട് ദൂരം ഫ്രണ്ടിലോട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പം നമ്മൾ അതിലേക്ക് കയറിപ്പോയി. ആദ്യം ഫ്രണ്ടിൽ തന്നെ ഞാൻ കയറി നടന്നു. പിന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ എന്തായാലും അങ്ങ് എത്താറാകുമ്പോൾ ഒരു ചെറിയ പേടി വരും കേട്ടോ നമുക്ക്. ആദ്യമൊക്കെ ഒന്നും വലിയ പേടിയില്ലാതെ അങ്ങനെ നടന്നു പോകും. പിന്നെ ഗ്ലാസ്സിൽ ചൂടുണ്ടോ എന്നൊരു പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയുടെ മുമ്പുള്ള സമയത്തുകൊണ്ട് അത്ര ചൂടായിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങ് അറ്റത്തെത്തുമ്പോൾ ചെറിയൊരു കുലുക്കമുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് നമ്മൾ പേടിച്ചു പോകും അവിടെ എത്തുമ്പം. ആ ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷൻ, ആ സ്ക്വയർ പോലെയൊക്കെ കാണുന്ന ആ പോർഷനിൽ ഒരു ചെറിയ കുലുക്കമുണ്ട്. അപ്പം എല്ലാവരും എന്നാലും പേടിച്ചാണെങ്കിലും ഈ കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ താഴെയുള്ള മനോഹരമായ കാഴ്ച, ആ മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം എന്തായാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്.
അപ്പം നമ്മൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാഴ്ചകൾ കണ്ട ശേഷം തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ താഴെയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കുറേ ഭാഗങ്ങളിൽ മണ്ണുണ്ട്, മലയുണ്ട്, പക്ഷെ ബാക്കി കുറേ ഭാഗങ്ങളിലോട്ട് മലയില്ല. ഇത് ഫ്രീ ഫോൾ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്രെയിൻ പോലെ മേളിലേക്ക് ഒരുപാട് ദൂരം പൊക്കിയ ശേഷം പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വിടുന്നതാണ്. ഊഞ്ഞാല് പോലെ തന്നെയാണ്. അപ്പം ആ കാഴ്ചകൾ ഞങ്ങൾ എല്ലാവരും കുറേ സമയം കണ്ടു നിന്ന്. എല്ലാവർക്കും നല്ല പേടിയും കരച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഇരിക്കുന്നവർ എന്തായാലും പേടിച്ച് ബഹളം ഉണ്ടാക്കും. അപ്പം ആ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് കൂടുതൽ ചോദിക്കാൻ വേറെ ഒന്നും നോക്കിയാണ്. അയ്യോ 3 പ്രാവശ്യം കാശ് കൊടുക്കുന്ന മുതലാക്കണ്ട. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസിലേക്കെല്ലാം പോകണം. അപ്പം ഇനി അതിനുള്ള സ്പെഷ്യൽ ടിക്കറ്റുകൾ വേറെ എടുക്കണം. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ സ്കൈ സൈക്ലിങ്ങിനാണ് രണ്ടാമത് പോയത് കേട്ടോ. അപ്പം ഞാനും നൈനമോളും മോനുമാണ് സ്കൈ സൈക്ലിംഗ് ചെയ്തത്. ഒക്കെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടി പുറത്ത് മോളെയും കൂട്ടി നിന്നു. അപ്പം ഞാൻ നേരത്തെ ഒരു ടവർ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ടവറിലാണ് ഈ സ്കൈ സൈക്ലിംഗ് നടക്കുന്നത് കേട്ടോ. അവിടെ തന്നെയാണ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്, അതും നടക്കുന്നത് അവിടെ തന്നെയാണ്. കൂടാതെ ഏറ്റവും മേളിൽ പോവുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്കുള്ള ഒരു വാച്ച് ടവർ പോലുള്ള കാഴ്ചകളൊക്കെ കാണാനും സാധിക്കും. അപ്പം ഒരു സൈക്കിൾ പോയി അത് തിരിച്ച് അവിടെ നിന്ന് വരുമ്പോൾ മാത്രമേ മറ്റൊരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുള്ളൂ. ഇപ്പോൾ 2 വയറിലായിട്ടാണ്, കമ്പികളിലായിട്ടാണ് സ്കൈ സൈക്ലിംഗ് നടത്തുന്നത്. അപ്പം ഒരാൾ പോയി തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൂടാതെ ഇയാൾ എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സൈക്കിൾ ഒരു മര്യാദ സ്പീഡിൽ ചവിട്ടണം, പിന്നെ ബാലൻസിങ് ആണ്, പേടിക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം നൈനമോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടു. ചെറിയ പേടിയൊക്കെ ഉണ്ട്, എങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്നും ഇതൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ അവശേഷിക്കുമല്ലോ. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി മോൻ ഈ സൈക്കിൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ടാമത് കയറ്റിയിരുത്തി പോകുന്നത്. അതുകൂടാതെ വേറൊരു സ്കൈ വാക്കും കൂടിയുണ്ട്. അതിൻ്റെ ഒരു മെഷീനറി പോലുള്ള സംഭവമാണ് അപ്പുറേ കാണുന്നത്. അപ്പോൾ ഇനി മോനാണ് അടുത്തത് പോകാൻ പോകുന്നത്. ഇനി പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം പാരാഗ്ലൈഡിങ്ങിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്തതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ കാണുന്നത് ബർമ ബ്രിഡ്ജാണ്. ഇപ്പം ഇതിൽ കയറാനുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല, എല്ലാം സമയമാവുന്നതല്ലേ ഉള്ളൂ. 250 രൂപ മുതൽ മേളിലോട്ടാണ് കേട്ടോ ഓരോ ആക്ടിവിറ്റിക്കുള്ള ചാർജ്.
ഇനി ഇവിടെ ഒരു കുട്ടികൾക്കുള്ള ഒരു അഡ്വഞ്ചർ സോണും കൂടിയുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കുട്ടികളുടെ ആക്ടിവിറ്റീസിന് 50 രൂപ മുതൽ 150 രൂപ വരെയൊക്കെയാണ് കേട്ടോ ചാർജുകൾ ഉള്ളത്. പിന്നെ ഇവിടെ 5D 12D പോലുള്ള ഡിസ്പ്ലേകളൊക്കെ ഉണ്ട്. പലതരം സിനിമ പ്രദർശനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക് ചെയർ പോലുള്ള സംഭവങ്ങൾ, പിന്നെ റോളിംഗ് ചെയേഴ്സ്, പിന്നെ ഇതുപോലുള്ള ക്ലൈംബിങ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെയെല്ലാം കുറച്ച് സമയം ചിലവഴിച്ച് കുട്ടികളെയും ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം ഇനി അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുവാണ്. പിന്നെ ഇവിടെ ധാരാളം ഫുഡ് കോർട്ടുകളും റെസ്റ്റിംഗ് ഏരിയയും ഫുഡ് കഴിക്കുന്നതിനുള്ള ഏരിയ എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ തീർച്ചയായും എല്ലാവരും അവിടത്തേക്ക് പോവുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.